ഇത് ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പം നമ്മളിപ്പം ലോകത്തെവിടെ വേറെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏതൊരു മലയാളിയും ലോകത്തെവിടെ സന്ദർശിച്ചു കഴിഞ്ഞാലും മറ്റ് സമൂഹങ്ങളുമായിട്ട് ഇടപഴകുന്ന നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള റിമാർക്സ് നമുക്ക് കേൾക്കാൻ സാധിക്കും എവിടെ പോയി കഴിഞ്ഞാലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. അതിന് ചരിത്രപരമായ കുറേ പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ നമ്മുടെ ഇപ്പം കഴിഞ്ഞ ഒരു 30 വർഷത്തിലേറെയായി ദേശീയ തലത്തിൽ സാമ്പത്തിക നയം ഉദാരവൽക്കരണം നടത്തി. അതിനെ തുടർന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. വിദേശ നിക്ഷേപങ്ങൾ പല മേഖലകളിലും വന്നു. അതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് 100% വിദേശ നിക്ഷേപം ആരോഗ്യ മേഖലയിൽ സാധ്യമാണ് എന്നുള്ള തീരുമാനങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവോൾവ് ചെയ്തു വരുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, വിദേശ ആരോഗ്യരംഗത്തെ ആഗോള നിക്ഷേപങ്ങളെക്കുറിച്ചുള്ളൊരു വിഷയം വരുന്നത്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഒരുമാതിരി നടന്നുകൊണ്ടിരിക്കുന്ന ഏത് ആശുപത്രിയും ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് അഗ്രസീവായിട്ടുള്ള രീതിയിൽ അവർ ഒരു അക്വിസിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ മനസ്സിലായത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ആശുപത്രി തുടങ്ങാനായിട്ട് സ്വന്തമായിട്ട് തുടങ്ങാം, കാശുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോൺ എടുത്ത് തുടങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ പേര് തുടങ്ങാം, ചാരിറ്റി ഓർഗനൈസേഷൻസിൻ്റെ. കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ഒരുപാട് മിഷണറിമാരും ചാരിറ്റി ഓർഗനൈസേഷൻസും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ ഈ മുന്നേറ്റത്തിൻ്റെ പ്രധാന കാരണം. അങ്ങനെയെല്ലാം തുടങ്ങാം. ഇനി പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാം, അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ നമ്മൾ ഇത്രയും കാലം കേട്ടിട്ടുള്ള ഒരു മോഡസ് പറയേണ്ടതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞാലുള്ള കേട്ടിട്ടുള്ളതിൻ്റെ മറ്റു ചില കാര്യങ്ങൾ, ഒരു ഇപ്പം വെഞ്ചർ ക്യാപിറ്റൽ എന്ന സംഭവം. അതായത് ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ബൾക്ക് എമൗണ്ട് നമുക്ക് തരും. ഇങ്ങനെയുള്ള ഫണ്ടിങ് ഏജൻസികളുണ്ട്, ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജ്മെൻറ്റ് ഫേംസ്. അവർ നമുക്കൊരു ബൾക്ക് എമൗണ്ട് തരും. ഇപ്പം 100 കോടിയോ 500 കോടിയോ 1000 കോടിയോ തരും. നമ്മളിപ്പോൾ കിഫ്ബിയുടെയൊക്കെ അതുപോലത്തെ പല മെത്തേഡ്സുമായി വരും. അതേപോലെ ഫണ്ട് കിട്ടും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ചിലപ്പോൾ ലാഭകരമാവും, ചിലപ്പം നഷ്ടമാകും, ചിലപ്പം വലിയ കുഴപ്പമില്ലാതെ പോകും. എങ്ങനെ അത് പല രീതിക്ക് പോകാം. അത് സാധാരണ ഒരു സ്ഥാപനം തുടങ്ങുന്ന അതേ രീതിയിൽ ഉള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അതിനകത്ത്. പക്ഷേ പിന്നെ ഉള്ളൊരു സാധ്യത ഈ IPO, നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു പബ്ലിക് ഷെയർ ഇതിലേക്ക് ലിസ്റ്റ് ചെയ്യുകയും അതിലേക്ക് നമുക്ക് ഷെയർ വിറ്റഴിക്കാം. അതിപ്പോൾ എത്ര പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് വേണമെങ്കിൽ അതിനനുസരിച്ച് വിറ്റ് അത് വിൽക്കാൻ പറ്റും. RBIയുടെ SEBIയുടെ ഒക്കെ റൂൾസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ കേട്ടറിവുള്ള സാധാരണ ഇതുപോലുള്ള ആരോഗ്യ മേഖലയിലേക്കുള്ള, അല്ലാതെ മറ്റു മേഖലയ്ക്കും ഒക്കെയുള്ള ഫണ്ടിങ് സാധ്യതകൾ. ഇതിനപ്പുറം ഉള്ള ഒരു സംഗതിയാണ് ഈ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു IPOയിലുള്ള ഹോസ്പിറ്റലോ സ്ഥാപനമാണെങ്കിലും അത് ഇല്ലാത്ത സ്ഥാപനമാണെങ്കിലും അവർ പർച്ചേസ് ചെയ്യുന്നത് ഈ ലിസ്റ്റഡ് ഷെയർസ് അല്ല. അവർ പർച്ചേസ് ചെയ്യുന്നത് ഓൾറെഡി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഓൾറെഡി കൈകാര്യം ചെയ്തിരിക്കുന്ന അവരുടെ പ്രൈവറ്റ് ഷെയർസാണ് അവർ വാങ്ങിക്കുന്നത്. അതാണ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഷെയർസ് വാങ്ങിച്ചിട്ട് അത് ചിലപ്പം 10-20% ആയിരിക്കും, ചിലപ്പം 70-80% ആയിരിക്കും. മെജോറിറ്റി ഓർ മൈനോറിറ്റി ഷെയർസ് ആയിരിക്കും. എത്രയാണെങ്കിലും വൺസ് ഈ പ്രൈവറ്റ് ഇക്വിറ്റി അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദ ഡേ നെക്സ്റ്റ് ഓൺവേർഡ്സ് പിന്നെ അവരുടെ സ്ഥാപനമാണ്. അവരാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് അതിൻ്റെ പോളിസി തീരുമാനിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 100ഓളം സ്ഥാപനങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള 100ഓളം ആശുപത്രി ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അല്ലാത്ത ഹോസ്പിറ്റൽ സ്റ്റാൻഡ് അലോൺ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് വാങ്ങിച്ചിട്ട് സ്ഥാപനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ സ്പെഷ്യാലിറ്റികൾ വരുന്നു, പുതിയ ബ്ലോക്കുകൾ കെട്ടുന്നു, പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നു. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 20,000 കോടി രൂപയാണ് കേരളത്തിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുള്ളത്. 20,000 കോടി. 11,000 കോടി മാത്രം ആരോഗ്യ ബഡ്ജറ്റ്, പ്ലാൻ ഫണ്ടും നോൺ പ്ലാൻ ഫണ്ടും പെൻഷൻ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലുള്ള സർവ്വ ചെലവും കൂടി ചേർന്ന് 11,000 കോടി മാത്രം ചെലവാക്കുന്ന ഒരു സംസ്ഥാനത്ത് 1.5 വർഷം, ശരിക്കും പറഞ്ഞാൽ 1.5 വർഷത്തിനകത്താണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ഈ 6 മാസവും ഈ ഇതിനകത്ത് ഒരു ടേക്ക് ഓവറാണുള്ളത്. 1.5 വർഷത്തിനിടയ്ക്ക് 20,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്. ഇനി ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇവർക്ക് കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ലോകത്തിൻ്റെയോ ഏതെങ്കിലും മനുഷ്യൻ്റെ ആരോഗ്യം ഉദ്ധരിക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയിലേ ഇല്ല. ആരോഗ്യമെന്നല്ല, ഏതെങ്കിലും രീതിയിൽ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്താനായിട്ട്, ജീവിത നിലവാരം ഉയർത്താനുള്ള എന്തെങ്കിലും അജണ്ടകൾ ഒന്നും ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിലില്ല. ജസ്റ്റ് ഫണ്ട് മാനേജ്മെൻറ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100 കോടി രൂപയോ 200 കോടി രൂപയോ ഒക്കെ ഉണ്ട്. ഞാൻ ഈ ഇക്വിറ്റി ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിക്ക് ഇത് ഫണ്ട് ഫേംസിന് കൊടുക്കുന്നു. അവരത് ഇതുപോലെ ഏറ്റവും ലാഭം കിട്ടുന്ന
ഏതെങ്കിലും ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ലാഭം അത് വിത്തിൻ 3 to 7 years. ഇതിൻ്റെ സാധാരണ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ഹ്യൂജ് എമൗണ്ട്, അത് നേരത്തെ പറഞ്ഞ പോലെ വെഞ്ചർ ക്യാപിറ്റൽ പോലെ ഒരു പുതുതായിട്ട് തുടങ്ങുന്ന സ്ഥാപനമല്ല, ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, ലാഭകരമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതേസമയം എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യമുള്ള സ്ഥാപനങ്ങളെ ഇവർ കണ്ടുപിടിച്ചിട്ട് അവിടെയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ആദ്യം അക്വിസിഷൻ, 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്ന് അക്വിസിഷൻ, രണ്ടാമത്തത് വാല്യൂ ക്രിയേഷൻ, മൂന്നാമത്തത് എക്സിറ്റ്. ഈ 3 സ്ട്രാറ്റജി. എക്സിറ്റ് എന്ന് പറയുന്നതിൻ്റെ ടൈം പീരീഡ് ഞാൻ പറഞ്ഞത് 3 to 7 years. 2018 മാക്സ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ്, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനം, അത് KKR എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് വാങ്ങിച്ചത് 1800 കോടി രൂപയ്ക്ക്. അതിൻ്റെ 49% ഷെയർ, 49% ഷെയർ. അത് 2022 അതിൻ്റെ 27% ഷെയറുകൾ വിറ്റത് 9700 കോടി രൂപയ്ക്ക്. 5 ഇരട്ടിക്ക് ഇവരിത് വിൽക്കുന്നു. ഇത് 2022 അത് മേടിച്ചത് പിന്നെ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള വേറൊരു സിംഗപ്പൂർ ഗവൺമെൻറ്റും കൂടെ ഫണ്ടുള്ള ഒരു ഏജൻസിയാണ് മേടിച്ചത്. ഇതേപോലെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു കണക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 5 വർഷം കഴിയുമ്പം സ്വാഭാവികമായിട്ടും എങ്ങനെ പോയാലും ഒരു 4-5 മടങ്ങ് തുകയ്ക്ക് ഇവർ ഈ ഷെയറോ ഇതിൻ്റെ പാർട്ടോ ഇവർ വിൽക്കും വേറെ ഏതെങ്കിലും ഫേംസിന്. ഇവർക്ക് 2-3 രീതികളുള്ളൂ എക്സിറ്റിനുള്ള സ്ട്രാറ്റജി. ഒന്നുകിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ഫേമിന് വൻ ലാഭത്തിന് വിൽക്കുക, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇതിട്ടിട്ട് ഇതുണ്ടാക്കുക. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ എല്ലാ അടുക്കള വരെ എത്തി. പെട്രോളിയം നാച്ചുറൽ ഗ്യാസോ ഇല്ലാത്തത് കൊണ്ടല്ല അടുക്കളയിൽ എത്തിയത്. അതിൻ്റെ ആ മാർക്കറ്റ് ഡൈനമിക്സ്, മാർക്കറ്റ് എക്കോണമിയെ കമ്പോള ശക്തികൾ എങ്ങനെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ ശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാതെ നാച്ചുറൽ ഗ്യാസ് അവിടെ ഇല്ലാത്തതുകൊണ്ടോ അത് കൊണ്ടുവരാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ടോ എന്നുള്ളതല്ല. ഈ കമ്പോള ശക്തികൾ നിയന്ത്രിക്കുക. ഇതേ സംഗതിയാണ് അതിൻ്റെ ഒരു തനി ആവർത്തനം ആരോഗ്യ മേഖലയിൽ 5-10 വർഷങ്ങൾക്കുള്ളിൽ കേരളവും ഇന്ത്യയും 3-ാം ലോകത്തെ രാജ്യങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഇതെല്ലാം ഒരു ആശങ്കകൾ പലതും. ചിലതൊക്കെ സ്പെക്കുലേഷൻസ് ആയിരിക്കാം, ചിലതൊക്കെ റിയാലിറ്റി നമ്മുടെ പലയിടത്തെയും മറ്റു പല സ്ഥലങ്ങളിലെയും അനുഭവങ്ങളായിരിക്കാം. എന്തായാലും ഇക്കാര്യത്തിൽ മറ്റു ചില വസ്തുക്കൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ കേരളത്തിൽ പ്രധാനമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന 1 ട്രില്യൺ ഫണ്ടുള്ള അമേരിക്കയിലെ ഒരു ജയൻറ്റ്, ഈ പ്രൈവറ്റ് ഇക്വിറ്റി ജയൻ്റാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് KKR എന്ന് പറയുന്ന ഓൾമോസ്റ്റ് 1 ട്രില്യൺ 800 ബില്യൺ ഫണ്ടുള്ള മറ്റൊരു ഏജൻസി. ഇവർ രണ്ടുപേരാണ് കേരളത്തിൽ പ്രധാനമായിട്ട്. വേറെ ഒരുപാട് ഏജൻസികൾ ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനികളും അല്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാന പ്ലെയേഴ്സ് ഇവരായിരുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമുക്ക് ആരോഗ്യ മേഖലയിൽ ഓഫ് കോഴ്സ് ഇപ്പം വിദേശ നിക്ഷേപങ്ങളോ സ്വദേശ നിക്ഷേപങ്ങളോ ഒക്കെ ആവശ്യം വരും. അത് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും കൂടുതൽ പേർക്ക് ചികിത്സ കൊടുക്കാനും ഒക്കെ ആയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും. അത് ഒന്നുകിൽ പബ്ലിക് സ്പെൻഡിങ്, ഗവൺമെൻറ്റിന് തന്നെ ബഡ്ജറ്റ് കൂട്ടുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പല മേഖലയിൽ നമുക്ക് എടുക്കാം. ഒന്നുകിൽ ഷെയർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല രീതിക്കും എടുക്കാം. അതിൽ ഞാനീ പറഞ്ഞ സാധ്യതകളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഈ IPO ഷെയർ മാർക്കറ്റിൽ പോയിട്ട് എടുക്കാം. അങ്ങനെ എടുത്ത കമ്പനികളുണ്ട് ഇവിടെ. ഇപ്പോൾ ആസ്റ്റർ നേരത്തെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അവരാണ് ഒരു പ്ലെയർ. വേറൊരു സ്ഥാപനം അവർ ആക്ച്വലി ഈ IPO ഷെയർ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഈ ബ്ലാക്ക് സ്റ്റോണുമായിട്ടുള്ള നെഗോഷിയേഷൻ വരുന്നതും അവർക്ക് വളരെ ഒരു പ്രസ്സിംഗ് നീഡ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഉടനെ അത് കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ലീഡ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഇത് പറഞ്ഞൊരു കാര്യം. അങ്ങനെ ഒരു ആ രീതിയിലുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവർ കൊടുക്കേണ്ടി വന്നു. അതർവൈസ് ഞങ്ങൾ കൊടുക്കില്ലായിരുന്നുള്ള. പിന്നെ ഞങ്ങൾ കൊടുത്തില്ലെങ്കിലും ബാക്കിയുള്ള പലരും കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ നമുക്കപ്പം ആരോഗ്യമേഖല വികസിപ്പിക്കണമെങ്കിൽ ഫണ്ട് ഈ പറഞ്ഞ വെഞ്ചർ ക്യാപിറ്റൽ എടുക്കാം, അല്ലെങ്കിൽ മറ്റ് ഷെയർ മാർക്കറ്റിൽ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ മറ്റ് ഷെയറുകൾ പാർട്ണർഷിപ്പിൽ വേറെ തുടങ്ങാം, വേറെ ബിസിനസ്സുകാരെ കൊണ്ട് തുടങ്ങാം. ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുകയാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഇക്വിറ്റിയിലേക്ക് പോകുന്നതിന്. പ്രൈവറ്റ് ഇക്വിറ്റി പോകുന്ന മാത്രമല്ല, അതിന് നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു ആദ്യത്തെ കുറേ നാൾ. അതിന് ശേഷം പിന്നെ പയ്യെ ഇത് ചർച്ചകൾ ഓരോ മാധ്യമങ്ങളിൽ വരുന്നു. പിന്നെ പലരും നമ്മുടെ അടുത്തും ഇങ്ങനെ ചോദിച്ചു, റൈറ്റപ്പുകളൊക്കെ ചോദിച്ചു, പലയിടത്തും ഈ ഡിസ്കഷൻസ് വന്നു. അത് പിന്നീട് കേരളം മുഴുവൻ പലയിടത്തും പ്രത്യേകിച്ച് രാഷ്ട്രീയ തലത്തിലുമൊക്കെ തന്നെ ചർച്ചകൾ വരികയുണ്ടായി. പക്ഷേ അതിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇങ്ങനൊരു കാര്യം ചർച്ച ചെയ്തു എന്നുള്ളതാണ്.
നെഗറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് അതിനകത്ത് ഇതുവരയ്ക്കും ഒരു ക്രിയേറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് എങ്ങനെ ഇതിനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്നും റൂട്ട് കോസ് എങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളതും പറയുകയുണ്ടായി. അതായത് ഈ നമ്മുടെ ഇവിടെ പെട്രോളിയമോ നാച്ചുറൽ ഗ്യാസോ ഒന്നുമില്ല എക്സ്പ്ലോർ ചെയ്യാൻ ഇത്ര 20,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മുടെ ഇവിടെ വേറെ ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യലോ അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങളോ ഒന്നുമില്ല ഇവിടെ. നമ്മുടെ ഇവിടെ ഈ 20,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കാര്യം, അവിടുത്തെ കൊമോഡിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോർബിഡിറ്റി. നമ്മുടെ ഇവിടുത്തെ രോഗാതുരതയാണ് ഈ മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസിന് ഈ സഹസ്ര കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ. അതും ലാഭം മാത്രം, ഈ കൊമോഡിറ്റി വെച്ചിട്ട് അവർ ലാഭം ഉണ്ടാക്കാൻ പോകും. അപ്പം നമ്മൾ അതിൽ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് മോർബിഡിറ്റിയും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക. ഇത് രണ്ടുമാണ് ഇത് നേരിടാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്നുള്ളത് ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. കേരളം അനിവാര്യമായും അടിയന്തിരമായിട്ടും ചർച്ച ചെയ്യുകയും അതിൻ്റെ എന്തൊക്കെയാണോ പരിഹാര മാർഗ്ഗങ്ങൾ അത് ചെയ്യുക. ഏത് ഗവൺമെൻറ്റാണെങ്കിലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പൊതുസമൂഹം മൊത്തത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളിലേക്ക് പോവുകയും വേണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യം ചികിത്സ നൽകാൻ സാധിക്കുക എന്നുള്ളത് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചോദിച്ചു പറയും. ഇതേ കാര്യമാണ് അമേരിക്കയിൽ നടന്നൊരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ആദ്യമായിട്ട് വന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയും അമേരിക്കയിലോ വേറെ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അത് വേറൊരു കാര്യം. ബ്ലാക്ക് സ്റ്റോണോ KKR ഒന്നും ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അമേരിക്കയിൽ വേറെ പല കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. അവരുടെ ആരോഗ്യ രംഗം എന്ന് പറഞ്ഞാൽ $5 ട്രില്യൺ. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം സമ്പത്ത് എന്ന് പറഞ്ഞാൽ 19 ട്രില്യൺ. ഓൾമോസ്റ്റ് അതിൻ്റെ 1/4 അമേരിക്കയിലെ ആരോഗ്യ മേഖലയുടെ മാത്രം അതിൻ്റെ വോളിയം. അതിലേക്ക് ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് അവിടെയും ഇതേപോലെ, അതായത് ഞാൻ ഒരു കാര്യം കാലഗണനയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 20 വർഷം മുമ്പുള്ള അമേരിക്കയാണ് ഇപ്പോൾ 20 വർഷത്തിന് ശേഷമുള്ള കേരളം. 20 വർഷം മുമ്പ് 2000 മുതൽ 2006 വരെയായിരുന്നു അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നത്. അപ്പം അവിടുത്തെ ആരോഗ്യ മേഖലയിലെ വിദഗ്ധരും ഒക്കെ തന്നെ ഇക്കാര്യം കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ കാര്യം ക്വാളിറ്റി ഓഫ് കെയർ കൂടും എന്നൊക്കെയാണ് പൊതുവായിട്ടുള്ള ധാരണ. അവിടെയും അത് തന്നെയാണ് ധാരണ. ക്വാളിറ്റി ഓഫ് കെയർ കൂടും, ചികിത്സാ നിലവാരം കൂടും, മരണനിരക്ക് കുറയും, മികച്ച ചികിത്സ സാധാരണക്കാർക്ക്, കോമ്പറ്റീഷൻ വരും, മികച്ച ചികിത്സ സാധാരണക്കാർക്ക്. ഇതൊന്നും നടന്നില്ല എന്നുള്ളതിന് ഒരു വലിയൊരു പഠനം തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഫണ്ട് ചെയ്ത് നടത്തിയ സ്റ്റഡി 2009 മുതൽ 2019 വരെ നടന്ന 10 ലക്ഷം പേഷ്യൻസ്, 49 പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളും 293 പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ഇല്ലാത്ത ഹോസ്പിറ്റലുകളെ കമ്പയർ ചെയ്തു. അവിടുത്തെ കാഷ്വാലിറ്റിയിൽ വരുന്ന എമർജൻസി കേസുകളിൽ നടന്ന ചികിത്സയുടെ നിലവാരം, എത്രത്തോളം മികച്ച ചികിത്സയാണ് അവർക്ക് കിട്ടിയതെന്നുള്ളതിനെക്കുറിച്ച് താരതമ്യം പറഞ്ഞ് നടത്തി. 13% മരണനിരക്ക് കൂടുതലായിരുന്നു ഈ 49 പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടഡ് ഹോസ്പിറ്റലുകളിൽ. 13%, ഈ 10 ലക്ഷം പേഷ്യൻസിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്തപ്പം 13% മരണനിരക്ക് കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് അത് ഈ മരണനിരക്ക് ഇത്രയും ഫണ്ട് ചെയ്തിട്ടും എന്താണ് മരണനിരക്ക് കൂടാൻ കാര്യം? ഞാൻ ആദ്യം പറഞ്ഞു, ഇതിനകത്ത് ഒരൊറ്റ മോട്ടീവേ ഉള്ളൂ, എത്രയും വേഗം എത്രയും കൂടുതൽ ലാഭം ഉണ്ടാക്കുക. ആസ് മച്ച് ആസ് പ്രോഫിറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. ഇതാണ് അവരുടെ ഒരൊറ്റ മോട്ടോ. എത്രയും വേഗം എത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഹലാസ് ക്ലോസ് ചെയ്ത് പോവുക. ഇത് മാത്രമേ ഉള്ളൂ ആ ഫണ്ട് കൈകാര്യം ചെയ്യുന്നവർക്കും ആ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സമയത്തുള്ള അവർ നിയന്ത്രിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ മാൻ പവർ കട്ട് ചെയ്യും. നമ്മൾ വിചാരിക്കും കൂടുതൽ ആൾക്കാരെ നീക്കും, കട്ട് ചെയ്യുന്നത് മാത്രമല്ല കൂടുതൽ യോഗ്യതയുള്ളവരെ അവർ കട്ട് ചെയ്യും. കാരണം കൂടുതൽ യോഗ്യതയുള്ളവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. നഴ്സുമാർക്ക് ഇപ്പം 10-20 വർഷം സേവന പരിചയമുള്ളവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ സമരം നടക്കുന്നു, കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. അതേസമയം ട്രെയിനീസിന് ഇത് വേണ്ട. പിന്നെ മറ്റൊന്ന്, ഡോക്ടർമാരുടെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുക്കും. പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് വരുന്ന ഈ രീതിയിലുള്ള കോർപ്പറേറ്റ് വൽക്കരണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ടാർഗറ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു സർജൻ അദ്ദേഹത്തിന് ഒരു മാസം മിനിമം 50 സർജറി ചെയ്യണമെന്ന് ടാർഗറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. നാച്ചുറലി ഒരു പ്രശ്നമില്ലാത്ത പേഷ്യൻ, എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിന് വരെ ഇവർ പ്രോംപ്റ്റ് ചെയ്ത് പ്രൊസീജിയറിലേക്ക് നീക്കാൻ സാധ്യതയുണ്ട്. 20,000 കോടി ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അത് 1 ലക്ഷം കോടിയാക്കി മാറ്റണം. ആ 1 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വീണ്ടും അടുത്ത ലാഭം ഉണ്ടാക്കണം. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രഷർ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പ്രഷർ അൾട്ടിമേറ്റ്ലി വന്നിരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരിലായിരിക്കും. അവരിതിൽ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. കേരളം വലിയ ഉദാത്ത മാതൃക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ 70% ഡെലിവറികളും അതുപോലെ ചികിത്സയും 60-70% പേര് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നവരും
എല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികളാണ് ഇപ്പോഴും. പ്രൈവറ്റ് സെക്ടറിന് കിട്ടുന്ന ഈ ഡോമിനൻസ് ഇതേപോലെ ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ വരുമ്പം അവിടെ ഈ പേഷ്യൻസ് കൂടുതൽ പേ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരും. പ്രത്യേകിച്ച് മറ്റ് ഈ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് മറ്റവരുമായിട്ട് മത്സരിക്കാനുള്ള ക്ഷമതയും അതിനുള്ള സാധ്യതയും നഷ്ടപ്പെടും. കൂടുതൽ ഫണ്ട് ലഭിക്കാതെ, കൂടുതൽ ഉപകരണങ്ങൾ ലഭിക്കാതെയൊക്കെ വരുമ്പം നാച്ചുറലി അവർ ഇല്ലെക്യുപ്ഡായി മാറും. മറ്റേ ഇക്വിറ്റി ഫണ്ടഡോ അല്ലാത്തതായിട്ടുള്ള ഈ വൻകിട ആശുപത്രികൾ കൂടുതൽ സജ്ജമായി നിൽക്കുന്നു, അവിടേക്ക് പോകേണ്ടി വരും. ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ചികിത്സകളും ആരോഗ്യ പ്രശ്നങ്ങളും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളതൊരു സാധാരണ കറ്റാസ്ട്രോഫിക് ഹെൽത്ത് ഈവൻസ് എന്ന് പറയാറുണ്ട്. അതായത് ഒന്ന് ഹൃദയാഘാതം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കിപ്പം ഒരു പനിയോ ചുമയോ ജലദോഷമോ വരുന്നതിനല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്നത്. നമുക്കൊരു ഹൃദയാഘാതം വരിക, ഒരു സ്ട്രോക്ക് വരിക, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റുക, ക്യാൻസർ വരിക, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന, ഏറ്റവും ചെലവേറിയ കറ്റാസ്ട്രോഫിക് ഹെൽത്ത് ഈവൻസ് എന്ന് പറയാവുന്നത് ഇത്തരം സംഭവങ്ങളാണ്. ഏതാണ്ട് 1.5 ലക്ഷം പേർക്ക് കേരളത്തിൽ ഒരു വർഷം ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് മോർ ദാൻ 50% ഇപ്പോഴത്തെ നിലയ്ക്ക് യങ് MI എന്ന് പറയാവുന്ന 60 വയസ്സിൽ താഴെയുള്ളവർ. നമുക്ക് വേണമെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം ജീവൻ തിരിച്ചെടുക്കാവുന്ന, അതിൽ മികച്ച ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ ഏതാണ്ട് 60,000 പേര് ക്യാൻസർ പേഷ്യൻസ് ഓരോ വർഷം, പാർലമെൻറ്റിൽ കഴിഞ്ഞ വർഷം വെച്ച കണക്ക് 60,000 പേര് പുതുതായിട്ട് ക്യാൻസർ വന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമാണ് ക്യാൻസർ. അതുപോലെ സ്ട്രോക്ക്, 50,000 പേർക്ക് സ്ട്രോക്ക് വരുന്നുണ്ട് ഒരു വർഷം. ഏതാണ്ട് 55,000 പേരാണ് മേജർ ഇഞ്ചുറി റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ ഇഞ്ചുറി വരുന്നത്. 55,000-ഓളം പേര് ശരാശരി പറയുകയാണെങ്കിൽ അതിൽ ഏതാണ്ട് 4,500 പേര് മരിക്കുന്നുണ്ട് ഓരോ വർഷവും. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ നടക്കുന്ന ഈ ഒരു ഏറ്റവും കൂടുതൽ ചെലവ് ഏറിയ ചികിത്സ ആവശ്യമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. അതേസമയം അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മോർബിഡിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് മോർബിഡിറ്റി ഉള്ള സംസ്ഥാനം കേരളമാണ്. നമ്മുടെ പ്രായപൂർത്തിയായവരിൽ 2-ൽ 1 ഒന്നുകിൽ പ്രമേഹം, അല്ലെങ്കിൽ രക്താതിമർദ്ദം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഉള്ളവർ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശ്വാസകോശമായിട്ടുള്ളതോ മറ്റ് മസ്കുലോസ്കെലറ്റൽ ഇഷ്യൂസ് ഉള്ളവരാണ് കേരളത്തിൽ. ഇതിൽ ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ്റെ മാത്രം തന്നെ 2-ൽ 1 ഉണ്ട്. ICMRൻ്റെ പഠനമനുസരിച്ച് 2-3 വർഷം മുമ്പുള്ള കണക്കനുസരിച്ച് 24% പേര് ഡയബറ്റിക്കാണ്, 18% പേര് പ്രീ ഡയബറ്റിക്കാണ്, 44% പേര് ഹൈപ്പർടെൻസീവാണ്. ഇതാണ് കണക്ക്. അപ്പം ഓൾറെഡി മോർബിഡിറ്റി ഉണ്ട്. ഈ ഇപ്പം ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കുന്നവരാണ് 5, 10, 15 വർഷം കഴിയുമ്പം റീനൽ ട്രാൻസ്പ്ലാന്റ് ആവശ്യം, ഡയാലിസിസ് ആവശ്യമുള്ള റീനൽ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ലിസ്റ്റിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റും കൂടെ ഉണ്ട്. ക്യാൻസറും ഓർഗൻ ട്രാൻസ്പ്ലാന്റും ഉണ്ട്, അതോടൊപ്പം സ്ട്രോക്കും MIയും അങ്ങനെയുള്ള ഇവൻറ്റ്സ്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെലവേറിയ ചികിത്സകൾ. ഇതിൽ നമുക്കിപ്പോൾ എങ്ങനെ ഇതൊക്കെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർബിഡിറ്റി കുറയ്ക്കണം, തീർച്ചയായിട്ടും മോർബിഡിറ്റി കുറയ്ക്കണം. അതുപോലെ തന്നെ ഈ ഓൾറെഡി മോർബിഡായിട്ടുള്ളവർക്ക് നമ്മളിപ്പം ജീവിതശൈലി മോഡിഫൈ ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഓൾറെഡി പ്രശ്നമായിരിക്കുന്നവർക്ക് നമ്മൾക്കിനി എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്കപ്പോൾ അവർക്ക് മികച്ച ചികിത്സ കൊടുക്കാൻ പറ്റണം. അതും കുറഞ്ഞ ചിലവിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് മികച്ച ചികിത്സ കൊടുക്കാൻ പറ്റണം. അതിന് വേണ്ടത് നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പൊതു ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടെ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ഈ പലതും ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രം വെച്ച് പറയാറുണ്ട്. ഒരുപാട് മികച്ച സ്ഥാപനങ്ങളാണ്, തീർച്ചയായിട്ടും കുറേ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ദേശീയ ആരോഗ്യ ദൗത്യം, ഗ്രാമീണാരോഗ്യ ദൗത്യം പോലെയും, അതുപോലെ ഇപ്പം റീസെൻ്റായിട്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ ആർദ്രം പദ്ധതി വഴി തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം എവിടെയൊക്കെ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ളതും കൂടെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഞാനീ പറഞ്ഞ കറ്റാസ്ട്രോഫിക് ഈവൻറ്റ്സ് വരുന്ന എല്ലാം ചികിത്സിക്കേണ്ടത് എവിടെയാണ്? ചികിത്സിക്കേണ്ടത് മെഡിക്കൽ കോളേജുകളോ ജില്ലാ ജനറൽ ആശുപത്രികളോ ആണ് ചികിത്സിക്കേണ്ടത്. പക്ഷേ നമ്മുടെ ആർദ്രം പദ്ധതിയുടെ ഫണ്ടിങ്ങും ഇതും പോയത് എങ്ങോട്ടാണ്? പ്രാഥമിക ആരോഗ്യ തലത്തിൽ എക്സ്റ്റൻഡ് OPക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം OP നടത്തുന്നു. അതിനുവേണ്ടിയുള്ളത് അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ലാബും ഇതൊക്കെ ഏർപ്പെടുത്തുന്നു. ഇതാണ് വ്യത്യാസം. ആക്ച്വലി വേണ്ടിയിരുന്നത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സ വേണ്ടി വരുന്നത് ടർഷറി കെയറും സെക്കൻഡറി കെയറിലും. അവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറവായിരുന്നു താരതമ്യേന. എന്ന് മാത്രമല്ല, നമ്മുടെ മെഡിക്കൽ കോളേജുകളായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ നട്ടെല്ലെന്ന് പറയാവുന്നത്. 5 മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജ്. അതിനോടൊപ്പം പരിയാരം തുടങ്ങിയപ്പോൾ അതും ഒരു അനുബന്ധമായിട്ട് അതിനെ സപ്പോർട്ടീവായിട്ട് നോർത്തേൺ കേരളയിൽ വന്നു, നോർത്തേൺ മലബാറിൽ. അങ്ങനെ ഒരു 6 സ്ഥാപനത്തെ നമുക്ക് പറയാൻ പറ്റും. നിർഭാഗ്യവശാൽ കുറച്ച് നാൾ മുമ്പ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ട്
ഈ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ റിസോഴ്സ് തന്നെയാണ് നമുക്ക് അങ്ങോട്ട് വിതരണം ചെയ്യേണ്ടി വന്നത്. സ്വാഭാവികമായിട്ടും നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ തന്നെ മികച്ച ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഞാനൊരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ബോധ്യം വരണമെങ്കിൽ, വേണു എന്ന് പറഞ്ഞുള്ളൊരു രോഗി കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ട് അയാൾക്ക് ചെസ്റ്റ് പെയിൻ വരുന്നു. അയാൾ അവിടുത്തെ താലൂക്ക് ആശുപത്രി പോകുന്നു, ECG എടുക്കുന്നു, അതിൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കണ്ടെത്തുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ റെഫർ ചെയ്യുന്നു. അവിടെ പോയിട്ട് ട്രോപ്റ്റി ടെസ്റ്റ് ചെയ്യുന്നു, അത് കൺഫേം ചെയ്യുന്നു. എന്നിട്ടും ചികിത്സ അവിടെ ലഭിക്കാത്തത് കൊണ്ട് കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ഈ പറഞ്ഞ നമ്മൾ എല്ലാ ജില്ലകളിലും സ്ഥാപിച്ച ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ പോയില്ല, അവിടെ പോയിട്ട് കാര്യമില്ല. നേരെ എന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുന്നു, 5 ദിവസം കിടക്കുന്നു, ചികിത്സ കിട്ടാതെ മരിക്കുന്നു. ഇത് കേരളം കണ്ട ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയാവുന്ന. ആ പേഷ്യൻ്റ് മരിക്കുന്നതിന് മുമ്പ് വോയിസ് ക്ലിപ്പ് കണ്ടതാണ്. മറ്റൊരു രോഗി ഒരു 2017 റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് വന്ന് ഇത്തിക്കര പാലത്തിൻ്റെ അവിടെ മരിച്ചു. മുരുകൻ എന്ന് പറഞ്ഞിട്ട് രോഗി രാത്രി റോഡ് അപകടത്തിൽപ്പെട്ടു. അവസാനം റെസ്ക്യൂ വർക്കേഴ്സ്, അവിടുത്തെ ട്രോമ വോളണ്ടിയർ വർക്കേഴ്സ് ആ പേഷ്യൻ്റ് എടുത്ത് അടുത്തുള്ള സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് തിരിച്ച് അവസാനം വെന്റിലേറ്റർ സപ്പോർട്ട്, ന്യൂറോ സർജനും വേണം, ന്യൂറോ സർജറിയുടെ സപ്പോർട്ട് വേണം എന്നിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് കുറേ സമയം കിടന്നു, വെന്റിലേറ്റർ കിട്ടാതെ അവസാനം വണ്ടിയിൽ കിടന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നമുക്കറിയാം 2017. ഇനി മറ്റൊരു സംഭവം വയനാട്, അതും 6-7 വർഷം മുമ്പ്, നമ്മുടെ കോവിഡിനൊക്കെ മുമ്പ്, വയനാട് സ്കൂൾ ക്ലാസ് റൂമിൽ വെച്ചിട്ട് പാമ്പ് കിടിയേറ്റ് ഒരു കൊച്ചുകുട്ടി ഏതാണ്ട് 2 മണിക്കൂറോളം അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരുന്ന് എൻവെനമേഷൻ ഉണ്ടെന്ന് ബോധ്യമായതിനു ശേഷം അവിടെ നിന്ന് റെഫർ ചെയ്യുന്നു, ഓൺ ദ വേ മരിക്കുന്നു, കോഴിക്കോടേക്ക് റെഫർ ചെയ്തിട്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനം ഇനിയും ഏറെ മെച്ചപ്പെടേണ്ടത്. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്ന 2-3 സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ആരോഗ്യ സംവിധാനം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ആരോഗ്യ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഗ്യാപ്പിലാണ് ഈ പറയുന്ന ആഗോള കോർപ്പറേറ്റുകൾ പിടിമുറുക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.